ഇനി നമ്മൾ ഷെബീദ് റാവുത്തറിലേക്ക് പോകുന്നു. എത്തിക്സ് കമ്മിറ്റി ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് MLA നിലയിൽ അയോഗ്യത കൽപ്പിക്കുമെന്ന കാര്യം എല്ലാവരും ഉത്കണ്ഠപ്പെട്ട് നോക്കുന്നുണ്ട്. ഉത്കണ്ഠപ്പെടുന്നതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇങ്ങനെ എത്തിക്സ് കമ്മിറ്റി ആളുകളെ അയോഗ്യരാക്കാറില്ല. അപ്പോൾ എന്തായിരിക്കും പുതിയ നീക്കം ഷെബീദ് റാവുത്തർ? രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇന്നലെ തന്നെ സ്പീക്കർ എൻ ഷംസീർ സ്പീക്കറുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് അദ്ദേഹത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിലും പ്രതി അറസ്റ്റിലായതോടെ അദ്ദേഹം MLA പദവിയിൽ തുടരുന്നതിൽ അനിശ്ചിതത്വമുണ്ട്. MLA സ്ഥാനം സ്വയം ഒഴിയുന്നില്ലെങ്കിൽ നിയമസഭയ്ക്ക് രാഹുലിനെ പുറത്താക്കാൻ അധികാരമുണ്ട്. അംഗങ്ങൾക്കുണ്ടാവേണ്ട പൊതു പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാട്ടി എത്തിക്സ് കമ്മിറ്റി ശുപാർശ നൽകി സഭ അംഗീകരിച്ചാൽ രാഹുലിനെ പുറത്തായേക്കാം. അതാണ് നിയമപരമായി രാഹുലിന് പുറത്തേക്കുള്ള വഴി. എത്തിക്സ് കമ്മിറ്റിക്ക് അംഗങ്ങളുടെ പരാതി ലഭിക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ബലാത്സംഗ കേസിന്റെ അറസ്റ്റ് വിവരങ്ങൾ സംബന്ധിച്ച് സ്പീക്കറെ പോലീസ് രേഖാമൂലം ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ബലാത്സംഗ കുറ്റം ചുമത്തിയതും കേസ് വിവരവും പൂർണ്ണമായും കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ മുൻപ് പറഞ്ഞ അയോഗ്യതാ നടപടികൾക്ക് തുടക്കമാവുക. അതിന് അംഗങ്ങളുടെ പരാതി ലഭിക്കണം. പരാതി ഇന്നൊരു പക്ഷേ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. നിയമസഭയും സ്പീക്കറും ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടാനും സാധ്യതയുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.